ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് അറിയുന്നത് ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ടുള്ള അന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അന്ന് ഞങ്ങൾ സൂവിൽ പോയതും അന്നത്തെ ഒരു വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ രാവിലെയാണ് കേട്ടോ ബാംഗ്ലൂരിൽ എത്തിയത്. ബാംഗ്ലൂർ എത്തിയ ഉടൻ തന്നെ പിന്നെ രാവിലെ ആയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞങ്ങൾ ഇഡ്ഡലിയും ചട്നിയും പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾക്കൊരു മുളക് ബജിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് സൂവിലേക്കാണ്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സൂവിലേക്ക് എത്തിയപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് ഇത്രയും കാലം ഇത് അടച്ചിട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോഴാണല്ലോ ഇത് ഓപ്പൺ ആക്കിയത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ സന്തോഷം തന്നെയാണ്. കാരണം നമ്മൾ ഇത്രയും ദൂരമൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണാതെ പോവുക എന്ന വല്ലാത്ത നിരാശ തന്നെയാണല്ലോ. അപ്പം നമ്മൾ ഇതൊക്കെ കാണാൻ വിചാരിച്ച് ഞങ്ങൾ പാസ്സൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ കൂടെ ഉള്ളത് ഫൈസൽ കാക്കാൻ്റെ ഫ്രണ്ടും അവരുടെ വൈഫും അവരുടെ മക്കളാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളൊക്കെ ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാലേ അറിയുള്ളൂ, ഇവിടെ ഒരുപാട് അനിമൽസ് ഉണ്ട്. നമ്മൾ പറഞ്ഞാൽ എല്ലാം ഇവിടെ വന്ന് കണ്ടാലേ അറിയുള്ളൂ കേട്ടോ, അത്രയ്ക്കും ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. കാരണം നമ്മൾ ഇത് ഒരു കമ്പിക്കൂട്ട് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തേക്ക് കാണുന്ന പോലെയാണ് കേട്ടോ തോന്നുക. കാരണം അത്രയ്ക്ക് ഒരു പേടി തോന്നുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പോയത് ഇവിടെയെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഇതിലുണ്ട് കേട്ടോ. ഈ ഇവിടെയൊന്നല്ല നമുക്ക് കാണാനുള്ളത്. ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊരു കവാടമുണ്ട്. അത് പറഞ്ഞാൽ ഇവരുടെ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ പോവേണ്ടത്. നല്ല നല്ല അടച്ചുറപ്പുള്ളൊരു വണ്ടി തന്നെ പറയാം. നല്ല ഒരു കമ്പിയൊക്കെ ഇട്ടുള്ള ഗ്രില്ല് പോലത്തെ നല്ലൊരു ഇതിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത്. ഇത് എന്നാൽ നമ്മൾ ആദ്യം തന്നെ ഇവിടെ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇതിൽ കയറിയിട്ടുള്ള. ഒരുപാട് വ്ളോഗേഴ്സും ഉണ്ട്. അപ്പോൾ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ഞങ്ങൾ അവരുടെ വണ്ടിയിലാണ് കേട്ടോ പോയിട്ടുള്ളത്. അങ്ങനെ അവരുടെ വണ്ടിയിൽ പോയപ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാനായി. കണ്ടില്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെന്നപ്പോൾ തന്നെ ഉള്ളിലോട്ടുള്ള ഒരു എൻട്രി ഉണ്ട്, അവർ തുറന്ന് കാണിച്ചു തരും. പിന്നെ അതുപോലെ തന്നെ അവരത് അടക്കും. വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ പോയി ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾക്ക് കാണാനുണ്ട്. എനിക്ക് ഇതിൻ്റെ ഒന്നും പറഞ്ഞാൽ ഓരോന്നിൻ്റെ പേരൊന്നും അറിയില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ഇത് എന്തെല്ലാം അനിമൽസ് ആണെന്ന്. കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നും കേട്ടോ. കാരണം നമ്മൾ പറഞ്ഞാൽ വണ്ടിയിലിങ്ങനെ പോവല്ലേ, ആയതുകൊണ്ട് വലിയ ഭാഗ്യം. അല്ലാതെ നമ്മളെ വണ്ടിയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവർ ഇടിച്ച് തള്ളിയിടും. കാരണം അടുത്തുനിന്നുള്ളൊരു സംഭവമാണ് ഇത് കാണുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഇതൊക്കെ കാണുക പറഞ്ഞാൽ നല്ലൊരു രസമുള്ള സംഭവം തന്നെയാണ് കേട്ടോ. ഒരുപാട് കുട്ടി ആനകളും അതുപോലെ തന്നെ ഇവരെ ഫാമിലി അടക്കം തന്നെയാണ് കേട്ടോ. ഇവരെ പേരൻസും കുട്ടികളും നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ നേരം ഇങ്ങനെ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി കുറച്ച് നേരം ഇവർ നിർത്തിയിട്ട് നിന്ന് കേട്ടോ. വീണ്ടും ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഞങ്ങൾ കുറേ പോയപ്പോൾ കണ്ടില്ലേ, ഒരുപാട് മാൻകൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ പല ഐറ്റംസ് എനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പീക്കോക്ക് ഉണ്ട്, പല ഐറ്റംസ് പീക്കോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്താണ് പേരൊന്നും ഇവരുടെ എന്താണെന്നും എനിക്കറിയില്ല. ഞാനൊക്കെ പറഞ്ഞാൽ ഫസ്റ്റായിട്ട് ഇത് കണ്ടപ്പോൾ തന്നെ അതിശയിച്ച് പോയിട്ടോ. ഇങ്ങനെയൊക്കെ നമ്മളുടെ ലോകത്തുണ്ടോ എന്ന് തന്നെ അതിശയിച്ച് പോയി. പിന്നെ ഇത് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. ഇത് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കാട്ടുപോത്ത്, അതുപോലെ തന്നെ പല ഐറ്റംസ് മാനുകൾ,
അതൊക്കെ പറഞ്ഞാൽ നമ്മൾ കാണില്ലാതെ ഇങ്ങനെ ഇപ്പോൾ ഇതിലൊക്കെ ടി വിയിലും അതുപോലെ തന്നെ സൂല് ചാനലിലൊക്കെ കാണില്ല, നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു രസമുള്ള സംഭവം തന്നെയാണിത്. ഇതൊരു ചെറിയൊരു കുട്ടിയാനയാണ് കേട്ടോ. ഇതിങ്ങനെ ഞങ്ങളെ വണ്ടീൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ എന്തൊരു ഓമനത്തുള്ള പോലെ എനിക്ക് തോന്നി. എന്ന് പറഞ്ഞാൽ ആനകൾ സ്വന്തമല്ല കേട്ടോ, ഒരുപാട് എനിമൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പല ഐറ്റംസുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ, കാരണം ഒരുപാട് കാണിക്കുമ്പോൾ നിങ്ങൾക്കും അതൊരു മുഷിപ്പായിട്ട് തോന്നും. കാരണം ഇതൊക്കെ നമ്മളെ നാട്ടിലും എല്ലാ സൂവിലും സൂ എനിമൽസ് ചാനലിലും ഒക്കെ കാണുന്നതല്ലേ, എന്തിനാപ്പോൾ ഇത് കാണുന്നത് എന്നൊക്കെ ഇക്കാര്യം നിങ്ങളെ ഒരു ധാരണ. അതുകൊണ്ടായിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങൾ കാണിച്ച്. പിന്നെ പറഞ്ഞാൽ ഇത് ഹിപ്പോപ്പൊട്ടാമസാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വൃത്തികേട് തോന്നും കേട്ടോ. എന്താ പറയുക, ഇവരുടെ സിറ്റുവേഷൻ അങ്ങനെ തന്നെ, ഇവരുടെ വീടൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെ കാഴ്ച വെച്ചിട്ടുള്ളത്. പിന്നെയെന്ന് പറയുന്നത് പല ഐറ്റംസുള്ള എന്താ ഒട്ടകപക്ഷിയായിട്ടും അങ്ങനെ കുറേ ഉണ്ട്. ഞങ്ങളെ കൂടെ വന്ന അവരുണ്ടല്ലോ, അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അവരെ ഞാൻ ഇതിൽ പറഞ്ഞാൽ ഈ വണ്ടീൻ്റെ ഉള്ളിലൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി കാണിച്ചിട്ടില്ല. പിന്നെ നമുക്ക് എന്തായാലും പേടി തോന്നും കേട്ടോ, കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നും. നമ്മൾ വണ്ടിയിൽ പോവാന്ന് മാത്രമേ ഉള്ളൂ, കാരണം നമ്മൾ അടുത്തുള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു പേടി തന്നെ തോന്നിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞാൽ നമ്മളെ വണ്ടിയിലൊക്കെ ഇതേപോലെ പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പേടി തോന്നും. പിന്നെ എന്തായാലും ഇതൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അനുഭവവും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്ന്. കാരണം നമ്മളിവിടെ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ, ഏതൊരു വ്ളോഗ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി തോന്നുക. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ വണ്ടിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പല ഐറ്റംസുകൾ വീണ്ടും കാണാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇത് തന്നെ, ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴുള്ള കാണുന്ന അവസ്ഥയാണ്. അപ്പം നമ്മൾ ഒന്ന് ചിന്തിക്കണം കേട്ടോ, നമ്മളെ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ ഇവരെ വണ്ടിയിൽ തന്നെ അതിൻ്റെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര വലിയ പേടി തോന്നുന്നില്ല. ഇവരെ കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ കാട്ടിൻ്റെ ഉള്ളിൽ. അപ്പം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആനകൾ വേറെ വഴിക്ക്, അതുപോലെ തന്നെ മാൻപേടകൾ വേറെ വഴിക്ക്, അങ്ങനെ പക്ഷികളുമായിട്ടും പല ഒക്കെ ഐറ്റംസ് വേറെ വേറെ ഇതിലാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ ജീവിതം പറഞ്ഞാൽ ഇവരുടെ ഒരു ഭാഗത്തേക്കാണ് എനിക്ക് തോന്നുന്നത് വിട്ടിട്ടുള്ളത്. ഇത് തന്നെ ഒരുപാട് ഏക്കർ സ്ഥലങ്ങളിലാണ് കേട്ടോ. ഇത് ചെറിയ ഒരു ഇതിലല്ല, ഒരുപാട് ഏക്കർ സ്ഥലത്താണ് ഈ സൂ പെട്ടിട്ടുള്ളത്. അത് തന്നെ നമ്മൾ അവരെ വണ്ടിയിൽ ഇങ്ങനെ നീങ്ങി നീങ്ങി പോവുകയാണ്, നമുക്ക് കാണും ചെയ്യാമെന്ന് വിചാരിച്ച്. ഇത് തന്നെ മുന്നിൽ നിന്ന് എടുത്ത ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോണതിനനുസരിച്ച് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മളെ വണ്ടിയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവരെന്തായാലും ആക്രമിക്കും. ഇതൊക്കെ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണുന്നേ വേണം കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതായിരുന്നു എനിക്ക് ഇവിടെ ബാംഗ്ലൂർ വന്നപ്പോൾ ഏറ്റവും വലിയ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം നമ്മൾ ഇത് നേരിട്ട് കാണാനും അതുപോലെ തന്നെ ഇവരുടെ സൗണ്ട് കേൾക്കാനും ഒക്കെ കഴിഞ്ഞതിൽ ഭയങ്കര സംഭവമുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇവരുടെ ഗേറ്റ് തുറക്കുകയാണ് കേട്ടോ. നമുക്ക് പുറത്തേക്ക് പോകാനുള്ള ഗേറ്റാണ് ഇവർ തുറക്കുന്നത്. അങ്ങനെ തുറന്ന് വീണ്ടും കണ്ടില്ലേ, അതിഞ്ഞ് ബാക്കിലുള്ള ആ ഗേറ്റ് അടക്കും, വീണ്ടും മുന്നിലുള്ള ഗേറ്റ് തുറക്കുകയാണ്. അങ്ങനെയാണ് കേട്ടോ നമ്മൾ പുറത്തേക്കായാലും അകത്തേക്കാവുന്ന പോകുന്നത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇവിടെ വന്ന് നോക്കുക, കാണുക, അതുപോലെ തന്നെ നല്ല അനുഭവങ്ങളാണ് കേട്ടോ ഇവിടെ കാണുന്നവർക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നാലേ അറിയുള്ളൂ. അപ്പോൾ ഇവിടെ നല്ല സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഒരുപാട് ഇതേപോലെ ഗേറ്റിൻ്റെ കണ്ടില്ലേ, ഇവരെ പറഞ്ഞാൽ ഒരുപാട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇവരിങ്ങനെ ഓരോന്നിങ്ങനെ തുറക്കലും അടക്കലും ആയിട്ട് അതിനനുസരിച്ചുള്ള ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ.
ഇത് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ കാണുന്ന ഒരു കാഴ്ചയാണിത്. സത്യം പറയുകയാണെങ്കിൽ പേടി തന്നെയാണ് കേട്ടോ ഓരോന്ന് എനിക്ക് ഇത്. അപ്പോൾ ഇത് പറഞ്ഞാൽ നിങ്ങളെ എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗിൽ ഇത് ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കാണിക്കുക, ഷെയർ ചെയ്യുക, അത്രയേ ഉള്ളൂ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇതേപോലെ വണ്ടിയിൽ അവർ എത്തിക്കും തോന്നുന്നു. കാരണം ഇത് തന്നെ നമ്മളെ ബാക്കിലും ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇത് ഒരുപാട് ആൾക്കാരുണ്ട്. ബാക്കിലും വണ്ടിയിലും നമ്മൾ ഇതേപോലെ ഇത് ചെയ്ത് ഈ വണ്ടിയിൽ കയറിയ പോലെ ഒരുപാട് ആൾക്കാർ ഇനിയും കാണാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ അവരുടെ വണ്ടിയിലുണ്ടല്ലോ, അവരുടെ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും എണീറ്റ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വ്ളോഗേഴ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വണ്ടിയിലുണ്ടായിരുന്നു. നല്ല സംഭവമായിരുന്നു കേട്ടോ, കാണാനും നല്ലൊരു എന്താ പറയുക നല്ലൊരു സംഭവം തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഇതേപോലത്തെ ഒരു പാനിപ്പൂരിയുള്ള ഒരു ഇത് കണ്ടു ഒരു തട്ടുകട കണ്ടേ. അപ്പോൾ തട്ടുകട കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഇവിടുത്തെ നാട്ടിൽ നിന്ന് ഇവിടുന്ന് നമ്മൾ പാനിപ്പൂരി കഴിക്കാതെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടുന്ന് പാനിപ്പൂരിയൊക്കെ കഴിച്ചു. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മളെ നാട്ടിലത്തെ ഇതുപോലെ തന്നെ ഒരു ഐറ്റംസ് സാധനം തന്നെയാണ് കേട്ടോ ഇതും. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഓരോ പ്ലേറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫൈസൽ കാക്കാൻ്റെ ഫ്രണ്ട്സും ഒരു ഫ്രണ്ടേ ഉള്ളൂ കേട്ടോ. ആ ഫ്രണ്ടും വൈഫും അവരുടെ മക്കളും ഞങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ കഴിച്ച് അപ്പോൾ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അതൊക്കെ കഴിച്ച് സംഭവം സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ച് പോരാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് നല്ലൊരു അടിപൊളി ഊണൊക്കെ കഴിച്ചു കേട്ടോ ഞങ്ങൾ. കാരണം പാനിപ്പൂരി കഴിച്ചാൽ പിന്നെ എവിടേക്കും എത്താനില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നല്ല ഊണൊക്കെ കഴിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണ്. അങ്ങനെ നാട്ടിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ സംഭവം രാത്രി എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നാട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ രാത്രി എത്തിയിട്ടുണ്ട്. എത്രയും നേരത്തെ വീട്ടിലേക്ക് എത്താമെന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ അവിടുന്ന് പോന്നിട്ടുള്ളത്. പക്ഷെ രാത്രി എത്തി. അപ്പോൾ രാത്രി ഇടയ്ക്ക് എത്തുന്നതിൻ്റെ മുൻപായിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ തന്നെ കയറിയിട്ടോ. റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിലുള്ള അടിവാരത്തിൻ്റെ ആ ഭാഗത്തായിട്ടാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. വൈറ്റ് ഹൗസ് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് സംഭവം. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ഫുഡും കാര്യങ്ങളാണ് സൂപ്പറെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഞങ്ങൾ കഴിച്ചിട്ടില്ല. പക്ഷേ ഇവിടുന്ന് കഴിച്ച് നോക്കിയപ്പോഴാണ് ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യത്തിൻ്റെ ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണെന്ന് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ കയറാതെ പോകരുത് കേട്ടോ. കാരണം അടിപൊളി ഫുഡും കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഇവിടുന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും വിശപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് മോന് വിളിച്ച് പറഞ്ഞത് ഞാൻ എന്തായാലും വീട്ടിലേക്ക് എത്തും, എനിക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവനും ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ ഇവിടെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് ഇവിടുന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളും വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോകുന്ന വീട്ടിലേക്കാണ്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു ഉത്സാഹവും ഒരു സന്തോഷമൊന്നുമില്ല കേട്ടോ. കാരണം പോകുമ്പോൾ എല്ലാവരുടെ സ്ഥിതി അങ്ങനെയാണല്ലോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇൻഷാ അല്ലാഹ് നല്ല വ്ളോഗ് റെസിപ്പീസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.